10ാം ക്ലാസ് പാസ്സായവർക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ASC സെൻറ്റർ സൗത്ത് ബാംഗ്ലൂരിൽ 62 ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ റിക്രൂട്ട്മെൻറ്റിലെ പല പോസ്റ്റുകൾക്കും മെട്രിക്കുലേഷൻ അഥവാ 10th പാസ്സാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ആകെ 62 വേക്കൻസിയാണ് ഉള്ളത്. സിവിൽ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ 3 വേക്കൻസി, കുക്ക് 1 വേക്കൻസി, MTS 1 വേക്കൻസി, സിവിൽ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് 6 വേക്കൻസി, ക്ലീനർ 2 വേക്കൻസി, ട്രേഡ്സ്മാൻ മാറ്റ് 8 വേക്കൻസി, ഫയർ എഞ്ചിൻ ഡ്രൈവർ 3 വേക്കൻസി, ഫയർമാൻ 24 വേക്കൻസി, അതുപോലെ ലീഡിംഗ് ഫയർമാൻ 14 വേക്കൻസി. അങ്ങനെ ആകെ 62 വേക്കൻസീസാണ് ഉള്ളത്. ഇനി ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കാം. സിവിൽ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ഇതിന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കാറ്ററിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, കൂടാതെ ആവശ്യമായ വർക്ക് എക്സ്പീരിയൻസ് എന്നിവ വേണം. കുക്ക് പോസ്റ്റിന് 10th പാസ് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഇന്ത്യൻ കുക്കിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അധിക യോഗ്യതയായി പരിഗണിക്കാം. MTS പോസ്റ്റിന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ബന്ധപ്പെട്ട ട്രേഡിൽ പ്രൊഫിഷ്യൻസി ആവശ്യമാണ്. സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗിൽ ആവശ്യമായ എക്സ്പീരിയൻസ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരിക്കണം. ക്ലീനർ, ട്രേഡ്സ്മാൻ തുടങ്ങിയ പോസ്റ്റുകൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ പ്രൊഫിഷ്യൻസി ആവശ്യമാണ്. ഫയർ എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റിന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ആവശ്യമായ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നിവ വേണം. ഇനി ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള ഫയർമാൻ പോസ്റ്റ് നോക്കാം. ഫയർമാൻ പോസ്റ്റിന് 24 വേക്കൻസീസ് ആണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസസ്, ഇക്വിപ്മെൻറ്റ്സ് എന്നിവയുടെ ഉപയോഗവും മെയിൻ്റെനൻസും സംബന്ധിച്ച് ആവശ്യമായ നോളജ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എയ്ഡ് സംബന്ധിച്ച അറിവും ആവശ്യമാണ്. അതുപോലെ ലീഡിംഗ് ഫയർമാൻ പോസ്റ്റിന് 14 വേക്കൻസീസ് ആണ്. ഇതിനും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് സംബന്ധിച്ച നോളജ് കൂടാതെ ഫയർ ഫൈറ്റിംഗ് പേഴ്സണലിനെ ഗൈഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും കഴിയുന്നവരായിരിക്കണം. സാലറി ഡീറ്റെയിൽസ് നോക്കാം. സിവിൽ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ, കുക്ക്, സിവിൽ മോട്ടോർ ഡ്രൈവർ തുടങ്ങിയ ചില പോസ്റ്റുകൾക്ക് 19,900 ബേസിക് പേ സാലറി ലഭിക്കും. MTS, ക്ലീനർ, ട്രേഡ്സ്മാൻ മാറ്റ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് 18,000 ബേസിക് പേ ലഭിക്കും. ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്നീ പോസ്റ്റുകൾക്ക് 21,700 ബേസിക് പേ ലഭിക്കും. ഫയർമാൻ പോസ്റ്റിന് 19,900 ബേസിക് പേ ലഭിക്കും. ഇതിനു പുറമെ അപ്ലിക്കബിളായ DA, HRA മറ്റ് അലവൻസസും ലഭിക്കും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പല പോസ്റ്റുകൾക്കും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിന് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായപരിധി ഉണ്ടായിരിക്കും. SC, ST, OBC, PWBD, എക്സ് സർവീസ്മാൻ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഗവൺമെൻറ് റൂൾസ് പ്രകാരം അപ്ലിക്കബിൾ ആയ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഈ റിക്രൂട്ട്മെൻറ്റിൽ മെയിൽ കാൻഡിഡേറ്റിനാണ് എലിജിബിൾ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൻ്റെ സ്പെസിഫിക് എലിജിബിലിറ്റി കണ്ടീഷൻസ് നിർബന്ധമായും പരിശോധിക്കണം. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. റിട്ടേൺ എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള സെലക്ഷൻ പ്രോസസ്സാണ് ഉണ്ടാകുന്നത്. പോസ്റ്റ് അനുസരിച്ച് സ്കിൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങിയവയും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഫിസിക്കൽ ടെസ്റ്റിന് പ്രത്യേകമായി തയ്യാറെടുക്കണം. അതുകൊണ്ട് ഈ പോസ്റ്റ് തിരഞ്ഞെടുക്കുന്നവർ റിട്ടേൺ എക്സാം പ്രിപ്പറേഷനോടൊപ്പം ഫിസിക്കൽ ഫിറ്റ്നസ്സും പ്രാധാന്യം നൽകുക. റിട്ടേൺ എക്സാമിനേഷന് 2 മണിക്കൂർ ഡ്യൂറേഷനാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നിവയാണ് പ്രധാന സബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ലഭിക്കും. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ഷൻ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. അതിനാൽ ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് സഹിതം നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കണം. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 സെപ്റ്റംബർ 5-നാണ്. എന്നാൽ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുൻപ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന എക്സാക്റ്റ് ക്ലോസിംഗ് ഡേറ്റ്, അഡ്രസ്, ഇൻസ്ട്രക്ഷൻസ് എന്നിവ നിർബന്ധമായി വെരിഫൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ അയക്കുന്നതാണ് സുരക്ഷിതം. മറ്റൊരു പ്രധാന കാര്യം, നോട്ടിഫിക്കേഷൻ പ്രകാരം കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റ്, ഒരു ട്രേഡിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ് എന്നിവയ്ക്ക് അനുയോജ്യമായ പോസ്റ്റ് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്ത ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുമായി കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷൻ സംബന്ധിച്ച് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വഴി ബന്ധപ്പെടാം. അപ്പോൾ അടുത്തൊരു പുതിയ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.